കൊടുത്തിരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? യെസ്, നമുക്കറിയാം അല്ലേ, നമ്മുടെ ഒന്നാമത്തെ ചിത്രം സൂചിപ്പിക്കുന്നത് ഒരു കോട്ടിലിഡനെയാണ്. അതായത് ഇങ്ങനെയുള്ള സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു മോണോകോട്ട് അല്ലെങ്കിൽ മോണോകോട്ടിലിഡൻസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഏകബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഫിഗർ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് 2 കോട്ടിലിടം കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള സസ്യങ്ങളെ നമ്മൾ അത് വിളിക്കുന്നത് ഡൈകോട്ട്സ് അല്ലെങ്കിൽ ഡൈകോട്ടിലിഡൻസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ദ്വിബീജപത്ര സസ്യങ്ങൾ. ഇനി എന്താണ് ഇവരുടെ ധർമ്മം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു വിത്ത് മുളയ്ക്കുന്ന സമയത്ത് റാഡിക്കൽസ് അതായത് ബീജമൂലം ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലിമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷം ഉണ്ടാവുന്നുണ്ട്. ഈ റാഡിക്കൽ എന്ന് പറയുന്നത് റൂട്ടായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പ്ലിമ്യൂൾ എന്ന് പറയുന്നത് സ്റ്റെം ആയിട്ടുമാണ് മാറുന്നത്. ഇങ്ങനെ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗമാണ് ഈ പറയുന്ന നമ്മുടെ കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന മോണോകോട്ട്സിനും അതുപോലെ തന്നെ ഡൈകോട്ട്സിനും കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്യണം. മോണോകോട്ട്സിന് ഉദാഹരണമാണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന നെല്ലുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങ്, ഗോതമ്പ്, ചോളം, തിന, ഇവയൊക്കെ എന്താണ് ഏകബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡൈകോട്ട്സിന് ഉദാഹരണം ഏതൊക്കെയാണ്? ദാ കൊടുത്തിരിക്കുന്നു: മാവ്, പ്ലാവ്, നിലക്കടല, കശുമാവ്, തുളസി മുതലായവ. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എല്ലാവരും നിർബന്ധമായി അറിഞ്ഞിരിക്കണം. അപ്പൊ എല്ലാവർക്കും നാളെ വരാൻ പോകുന്ന എക്സാമിന് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.